ഹലോ, പിന്നെ നമ്മുടെ 8ാം ക്ലാസ്സിന്റെ പരീക്ഷയാണ്. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ മോഡൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് തരുന്നുണ്ട്. വെൽക്കം ബാക്ക് ടു സൈലം മിറ്റ്സ് മീ VJR. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ? അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? നമ്മളെ പോളിഗൺ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോടാ, ആ ചാപ്റ്ററിൽ നിന്ന് കിടിലമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ക്ലാസ് കാണുന്നതിന് മുമ്പേ തന്നെ ഒന്ന് ലൈക്ക് അടിച്ച്. കാര്യം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് തരുമ്പോൾ ആ വീഡിയോസിന് ഞങ്ങൾക്ക് കിട്ടുന്ന ലൈക്കുകളും കമന്റ്സുകളും ഫീഡ്ബാക്കുകളും കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം നിങ്ങൾക്ക് വീണ്ടും ക്ലാസ്സുകൾ തരാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ കമന്റ്സും ആണ്. അപ്പൊ അത് ഇടാൻ മറക്കരുത്. അപ്പൊ ആദ്യം തന്നെ ലൈക്കും കമന്റും ചെയ്യാൻ മറക്കല്ലേ. ഒരേ പൊളി നമുക്ക് എന്ത് ചെയ്യാം, ഏതാണ് ആ ചോദ്യം? എല്ലാ തവണയും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് പോളിഗൺ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന്. ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഒരു 4 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കാനൊരു ചാൻസ് ഉണ്ട്. അപ്പം ഈ കോൺസെപ്റ്റ് പഠിച്ചു വെക്കുക. ദാറ്റ് ഈസ് ദ മെയിൻ റീസൺ. കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. എ റെഗുലർ പെന്റഗൺ ആൻഡ് എ റെഗുലർ ഹെക്സഗൺ ആർ ജോയിന്റ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അതായത് റെഗുലർ പെന്റഗണും റെഗുലർ ഹെക്സഗണും താഴെ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് എൻ ആംഗിൾ റെഗുലർ പെന്റഗൺ? റെഗുലർ പെന്റഗണിന്റെ മെഷർമെന്റ്, അതായത് വാട്ട് ഈസ് ദ മെഷർ ഓഫ് എൻ ആംഗിൾ? മലയാളം മീഡിയത്തിലുള്ള ചോദ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആർക്കേണ്ടതാണ് ക്വസ്റ്റ്യൻ. ഇതാ ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ? ചിത്രത്തിൽ സമപഞ്ചഭുജം, ഇതാണ് നോട്ട് ചെയ്യേണ്ടത്. റെഗുലർ പോളിഗൺ ആൻഡ് റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആണ്, എല്ലാ ആംഗിളും ഈക്വൽ ആണ്. അതാണ് റെഗുലർ സമബഹുഭുജം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിലെ ഒരു കോൺ, സമപഞ്ചഭുജത്തിന്റെ ഒരു കോൺ, അതായത് റെഗുലർ പെന്റഗണിന്റെ ഒരു കോൺ. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. പെന്റഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പെന്റ 5 അപ്പൊ 5 വശങ്ങളുള്ള ആ ഒരു സമബഹുഭുജമായിട്ടുള്ള പെന്റഗന്റെ ടോട്ടൽ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ അറിയാലോ. അതായത് ഉള്ളിൽ ഇതാണ് ഇപ്പൊ പെന്റഗൺ എന്ന് പറഞ്ഞാൽ. ഏതാ പെന്റഗൺ? ഞാൻ കാണിച്ചു തരാം. ഏതാ പെന്റഗൺ? ഇതാണ് നമ്മുടെ പെന്റഗൺ. കണ്ടോ, 5 സൈഡിലേടാ, 5 സൈഡിലെ ആ 5 സൈഡില് 5 സൈഡിൽ എന്തൊക്കെയുള്ളത്? 5 ആംഗിൾസ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ് ആംഗിൾസ്? ഈ ആംഗിള്, ഈ ആംഗിള്, ഈ ആംഗിള്, ഈ ആംഗിള്, ഈ ആംഗിള്. അപ്പൊ ഓരോ ആംഗിളും ഓരോ ആംഗിൾ എത്രയാന്നാ ചോദിച്ചത്, ഓരോ കോണ്. അപ്പൊ എല്ലാ ആംഗിളും കൂട്ടിയാൽ എത്രയെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു വഴിയുണ്ട്. ആ വഴിയാണ് എല്ലാ ആംഗിളും ദ സം ഓഫ് ദ ആംഗിൾസ്, അതായത് തുക. അതായത് ആംഗിളിന്റെ തുക കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? n-2 × 180 കൊടുക്കണം. n എന്ന് പറഞ്ഞ ഇവിടെ 5 പഞ്ചഭുജ ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പെന്റഗൺ ആയതുകൊണ്ട് n-ന് 5 കൊടുക്കുക കേട്ടോ. പെന്റ എന്ന് പറഞ്ഞാൽ 5 അപ്പൊ 5 - 2 × 180. അപ്പൊ 5-ന്ന് 2 കുറച്ചാൽ 3 × 180. 3 150, 540. ഒരേ പൊളി. അപ്പൊ 540 എല്ലാ കോണുകളും. പക്ഷെ ഒരു കോണ് കണ്ടുപിടിക്കാനാ പറഞ്ഞത്. 1 ആംഗിൾ, ദ മെഷർമെന്റ് ഓഫ് എൻ ആംഗിൾ. ഒരു ആംഗിൾ എന്ന് ചോദിച്ചാല് ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ 5ഉം കൂടെ കൂട്ടിയാലാണ് 540. 5ഉം കൂടെ കൂട്ടണം. അപ്പൊ ഒരു ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ 1 ആംഗിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 540 ഡിവൈഡഡ് ബൈ 5. 540 ഡിവൈഡഡ് ബൈ 5 എത്രയാടാ? വേണമെങ്കിൽ ഒന്ന് സൈഡിൽ മാറ്റി ഗുണിച്ചോ. 10 5 50, 0 അപ്പൊ 108 ആയിരിക്കും കേട്ടോ. 108 ഡിഗ്രി. അപ്പോൾ റെഗുലർ പെന്റഗണിന്റെ ഒരു ആംഗിൾ എത്രയാന്ന് ചോദിച്ചാൽ 108. ഞാൻ വേണമെങ്കിൽ ഇവിടെ കാണിച്ചു തരാം. ദിസ് ഈസ് 108. കാണുന്നുണ്ടോ? 108. വല്ലാത്ത 8 അല്ല ചെങ്ങൈൻ്റെ. ദിസ് ഈസ് 108. 108 ഡിഗ്രി. ഇതൊക്കെ 108 ആയിരിക്കും കേട്ടോ. ഞാനൊന്നും എഴുതുന്നില്ല എന്നേ ഉള്ളൂ. ഇതെല്ലാം കൂടെ 108 കൂട്ടിയൊക്കെ വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ 540 ആയിരിക്കും കിട്ടാം. ഓക്കെ, പക്ഷെ അതുപോലൊരു ചോദ്യം. അപ്പൊ 108 ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. രണ്ടാമത്തത് സമഷഡ്ഭുജം. ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ റെഗുലർ ഹെക്സഗൺ. ദിസ് ഈസ് ദാറ്റ് റെഗുലർ ഹെക്സഗൺ. ദാറ്റ് ഈസ് 3 3 6 സൈഡ്സ് ഉണ്ട്. അപ്പൊ റെഗുലർ ഹെക്സഗണിന്റെ ആംഗിളിന്റെ സം എങ്ങനെ കാണാം? ആംഗിൾ സം, അതായത് ഈ 6 ആംഗിളും ഈക്വൽ ആയിരിക്കും. 6ഉം കൂടെ കൂട്ടിയാൽ എത്രയാന്ന് കണ്ടുപിടിക്കണമെങ്കിൽ തുക സമ്മ് കാണണമെങ്കിൽ n-2 സെയിം സാധനം n-2 × 180 എന്ന് പറയുന്ന ആ ഒരു സാധനം എടുത്താൽ മതി. n-2 × 180 എത്രയാണ്? അവിടെ 5 സൈഡ്. അപ്പൊ എന്നിന് 5 അല്ല 6 സൈഡ് ഉണ്ട്. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6 അപ്പൊ 6 - 2 × 180. അപ്പൊ 6-ന്ന് 2 പോയാൽ എത്രയാടാ? 4 × 180. അപ്പൊ 720 വരുവാടാ. 720 എന്താ? ഈ 6 ആംഗിളും കൂടെ കൂട്ടിയാലാണ് 720.
6ഉം കൂടെ കൂട്ടിയാലാണ് 720. പക്ഷെ ഒരാളുടെ കാണണം, ഒരാംഗിൾ കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 720നെ അപ്പൊ എല്ലാ ആംഗിളും കൂടെ കൂട്ടിയാൽ 720 ആണെന്ന് കിട്ടി. 1 ആംഗിൾ കിട്ടണമെങ്കിൽ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 720നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 720/6. 72ൽ 6 എത്ര ഉണ്ടാ? 12. അപ്പൊ 720ൽ 120 ഉണ്ടാവും കേട്ടോ. അപ്പൊ 120 റെഗുലർ ഹെക്സഗൺ സമഷഡ്ഭുജത്തിന്റെ ആംഗിൾ. എന്താടാ സമഷഡ്ഭുജം എന്ന് പറഞ്ഞാല്? ഇതൊക്കെ എത്രയായിരിക്കും? 120 ആയിരിക്കും എന്നാണ് പറയുന്നത്. എന്നാലേ 720 കിട്ടത്തുള്ളൂ. റെഡി ആണോടാ? ഓക്കെ, അങ്ങനെയുള്ളൂ, അത്രയും സംഭവം. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട കോൺസെപ്റ്റ് എന്താ? അതായത് ഇവിടെ ടോട്ടൽ സം ഓഫ് ആംഗിൾസ് എത്രയാടാ? സം ഓഫ് ആംഗിൾസ് എങ്ങനെ കാണാം? n-2 180. n എന്ന് പറഞ്ഞാൽ എത്ര സൈഡ്സ് ഉണ്ടോ അത്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ആംഗിൾ എത്രയാന്ന് കാണണം. എടാ മോനെ, ഈ ആംഗിൾ കാണണം. അതാണ് സി ക്വസ്റ്റ്യൻ. ഞാൻ വേണമെങ്കിൽ വേറെ കളർ നമുക്ക് കൊടുക്കാം. എല്ലാം ഒരു കളർ കൊടുത്താൽ ഒരു സുഖം ഉണ്ടാവില്ല. എന്നെ വേണമെങ്കിൽ കളർ വേറെ കൊടുക്കണ്ടോ. അപ്പോൾ എ ബി സി എത്ര? എ ബി സി, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ബി സി? അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് മുഴുവൻ കൂട്ടിയാൽ 360 വരിക. മുഴുവൻ അല്ലെ, മുഴുവൻ 360 ആണ്. അപ്പൊ ഇവിടെ ഒരു കണ്ട 108 ഉണ്ട്, ഇവിടെ ഒരു കണ്ട 120 ഉണ്ട്. അപ്പൊ 108ഉം ഒരു 120ഉം കൂടെ കൂട്ടുക. അപ്പം 228 ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടുക. പക്ഷെ ഇതും കൂടെ കൂട്ടുമ്പോൾ 360 കിട്ടണം. അപ്പൊ ഈ ആംഗിൾ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 360ൽ നിന്ന് 228 കുറച്ചാൽ മതി. അപ്പൊ 360 മൈനസ് 228 എത്രയാടാ? 360 - 228. ജസ്റ്റ് ഒന്ന് കുറച്ച് നോക്ക്. വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്തുതരാം, ഇവിടെ തന്നെ കുറച്ചുതരാം. അപ്പൊ നമുക്കൊരു സുഖം കിട്ടും. അപ്പൊ 228 10 5 11 പോയാൽ എത്ര പോടാ? 2 3 1 132 ഡിഗ്രിടാ. അപ്പൊ ദേ നമ്മുടെ ഉത്തരം ഒരേ പൊളി 132 ഡിഗ്രിയാണ് ഇത് വരിക. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇത് മൂന്നും കൂടെ ഒന്ന് കൂട്ടിയിട്ട് 360 കിട്ടുന്നുണ്ടോ നോക്ക് കേട്ടോ. 132ഉം 120ഉം അപ്പം 152ഉം 252. 252ഉം 108ഉം 260ഉം 360. ഒരേ പൊളി 132 ആൻസർ വരുന്നത്. റെഡിയാണോ? നിങ്ങൾ റെഡി ആണെങ്കിൽ അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുക, ഉഷാറായിട്ട് എഴുതുക. ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക. താഴെ കമന്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് സാറോട് പറയും ചെയ്യുക, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഉണ്ട് എന്നുള്ളത്, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാ. അടിപൊളിയായിട്ട് നമുക്ക് ഇന്നത്തെ ലൈവ് ക്ലാസ്സുകളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണും വരേക്കും. ഇറ്റ്സ് മീ VJR സൈനിങ് ഓഫ്. ബൈ.